സുഹൃത്തുക്കളെ, ഇത് ജോസരിയത്ത് തന്നെയാണ് മലയാളി. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് തനിനാടൻ ബീഫ് കറിയാണ്. നാടൻ ബീഫ് കറി എന്ന് പറയുന്നത് നമ്മുടെ അവിടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 കിലോ 1250 ഗ്രാം ഇറച്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നല്ല ഇറച്ചിയാണ്. അതിൻ്റെ അകത്ത് നെയ്യുണ്ട്, ആവശ്യത്തിന് നെയ്യുണ്ട്, ആവശ്യത്തിന് മീറ്റ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ബീഫ്. നെഞ്ചടി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുത്തിൻ്റെ ഈ ഭാഗം നല്ല ഇറച്ചിയാണ്, ഒരുമാതിരി വേകുന്ന ഇറച്ചിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യം ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യാൻ പോവാണ്. മാരിനേഷൻ, ഇത്തിരി മഞ്ഞൾപ്പൊടി, അതേ ഇത്തിരി കല്ലുപ്പ്, പിന്നെ ചിരിച്ചുറുക്ക, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ. ഇത് വെച്ചിട്ട് ഞാനൊന്ന് തിരികെ കൂട്ടി വയ്ക്കുകയാണ്. മറ്റ് സാധനങ്ങളൊന്നും ഇടുന്നില്ല. മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ മൂപ്പിച്ച് ഇടും. അത് ഞാൻ കാണിച്ചില്ല. ഇത് ഇങ്ങനെ പതുക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. വേപ്പില കൂടി ഉണ്ടായിരുന്നു. വേപ്പില നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ എവിടെ ഇരിപ്പുണ്ട് നോക്കിയിട്ട് കാണുന്നില്ല ഫ്രിഡ്ജിൽ. ഇതവിടെ ഇരിക്കട്ടെ. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റ് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. മറ്റ് സാധനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ മുളക് പൊടിയുണ്ട്. ഇത് മുളകും കാശ്മീരിയും നമ്മുടെ നാടൻ മുളകും കൂടി ഇടുന്നതാണ്. കാശ്മീരി ഇതിൽ കൂടുതലിട്ടുണ്ട്. ഇച്ചിരി കളർ വേണം. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നാടൻ കറിയാണ്, ഇച്ചിരി ചാറോട് കൂടി. അത് ഇപ്പം പൊടിച്ചെടുത്ത പൊടിയാണ് മല്ലിപ്പൊടി. ഇത് ഇവിടെ ഇടുന്നു. മല്ലിപ്പൊടി എടുക്കട്ടെ. ചാറ് വേണം, ചാറിന് നല്ല കൊഴുപ്പ് വേണം. ഇങ്ങനെ എടുക്കട്ടെ. മല്ലിപ്പൊടി, മുളക് പൊടി ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് ചെടിയിൽ മൂപ്പിക്കാൻ പോകുന്നതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഒരു 3-4 സബോള, തക്കാളി ഒരു 2 എണ്ണം അമേരിക്കൻ, അത് ഇത്തിരി വലുതാണ്, പച്ചമുളക് നല്ല എരിവുള്ള ഒരു 4 എണ്ണം. ഓക്കെ, ഇത്രയാണ് തൽക്കാലം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ ഇതിലേക്ക് പോവാണ്, സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെയാണ് അടുത്ത കലാപരിപാടികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളി അടുപ്പത്തേക്ക് വെച്ചു. എണ്ണ ഇച്ചിരി അങ്ങ് കിടക്കട്ടെ. ഉള്ളി അങ്ങോട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് ഒരു ബ്രൗണിഷ് ഇച്ചിരി ഗോൾഡൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഏതാണ്ട് വാടി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ചില കണ്ണുകൾ ചേർക്കാൻ പോവാണ്. ഒന്ന് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും, അത് ഒത്തിരി വാടണ്ട, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത്. പച്ചമുളകും അതുപോലെ തന്നെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഏതാണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ആകാം, പക്ഷേ ഞാൻ ഇത്ര ആകത്തുള്ളൂ. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നതിന് നമ്മുടെ ഈ മസാല മിക്സ് ഉണ്ടല്ലോ, അത് ഇത്രയുണ്ട്. പക്ഷേ ഞാൻ മുഴുവൻ ഇടാൻ പോകുന്നില്ല. അത് കുറച്ച് നമുക്ക് ആവശ്യം വന്നാൽ പിന്നെ ഇട്ടാൽ മതിയല്ലോ. ഇത്രയേ ഇടുന്നുള്ളൂ, മനസ്സിലായില്ലേ? ഇത്ര ഇട്ടിട്ട് ബാക്കിയുള്ളത് മാറ്റി വയ്ക്കും. വേണ്ടി വന്നാൽ ആവശ്യം വന്നാൽ ഇടും. ഓക്കെ, ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയിടുക. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഓക്കെ. ഇപ്പോൾ ഡ്രൈ പോലെ ഇരിക്കും, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഓൾമൈറ്റി തക്കാളി. വേണ്ടില്ല, തക്കാളി ഒരു 2 എണ്ണം ഉണ്ട്. നമ്മുടെ നാട്ടിലനുസരിച്ച് 3 എണ്ണത്തിൻ്റെ മൂച്ച് വരും. ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. അതെ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കൊടുക്കാം. കറി നല്ല കുഴഞ്ഞ് തിക്ക് ചാറോട് കൂടി കിട്ടും. ചോറ്, ചപ്പാത്തി, വെള്ളയപ്പം, നൂലപ്പം, പാലപ്പം എന്ന് വേണ്ട എല്ലാ സാധനത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ടൊമാറ്റോ ശരിക്കൊന്ന് കുഴഞ്ഞ് അരിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് മസാലക്കൂട്ട് എന്ന് പറയുന്നത്. മസാലക്കൂട്ട് ഞാൻ പറഞ്ഞത് ഇത്തിരി ചാറുണ്ടാവും ഈ കറിക്ക്. ഇവിടെ ചാറ് കാളമൂത്രം പോലെ ഇരിക്കരുതല്ലോ. ചാറിനൊരു തിക്നെസ് വേണ്ടേ, അതിനാണ് ഞാൻ ഈ ടൊമാറ്റോ ഒക്കെ ഇട്ടതും ഇതുപോലെ ഉള്ളി മൂപ്പിച്ചിട്ടതും എല്ലാം അതിന് വേണ്ടിയിട്ടാണ്.
ഓക്കെ സുഹൃത്തുക്കളെ, ഇനി ഞാൻ ഇടാൻ പോവാണ്. നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ബീഫ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് അരമണിക്കൂറിലധികം അങ്ങനെ ഇരിക്കുന്നു. ഇട്ട് കൊടുത്തേക്കാം. ഓയാ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ചാറോട് കൂടിയുള്ള കറിയാണ്. അപ്പം ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ ഞാൻ പറഞ്ഞാൽ എൻ്റെ കറിയിൽ സൂത്രവിദ്യയൊന്നുമില്ല. ഞാൻ പ്രഷർ കുക്കറിലൊന്നും ഇട്ട് വയ്ക്കുകയല്ല. ഞാൻ നല്ല ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് സാവകാശം അതിൻ്റെ ടൈമെടുത്ത് ഇത്തിരി തീ കുറച്ച് വെച്ച് സാവകാശം ഞാൻ കുക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒന്നുകൂടി കൂടി ചെയ്തേക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇത് ഡബിൾ ഹോഴ്സിൻ്റെയാണ്. അപ്പം അതങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കറി മസാലയ്ക്ക് പകരമാണ് ഇത് ഇടുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം അടച്ചു വെച്ചിട്ട് അവിടെ സാവകാശം വെച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ഒരു കൊന്ത എത്തിക്കാൻ പോവാണ്. നിങ്ങളും അതുപോലെ തന്നെ പോയി ഒരു കൊന്ത എത്തിക്കുക. നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് സാധനമെന്ന്. ഓയാ തിളച്ചുള്ളൂ, ഒന്ന് ഇളക്കിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇറച്ചി നിങ്ങൾക്ക് കാണാൻ ഞാൻ പതുക്കെ തിവച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഇറച്ചി വേണ്ടത്. അല്ലാതെ ധൃതി അടിച്ച് ഗ്യാസ് പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് 4 ചീറ്റ് എടുത്തിട്ട് കറമുറൂന്ന് കടിച്ചു നിന്നിട്ട് കാര്യമില്ല. ടേക്ക് യുവർ ടൈം, ടേക്ക് ഇറ്റ് ഈസി. ആൻഡ് അതിൽ നമ്മുടെ അമ്മമാരൊക്കെ വിറകടുപ്പിൽ വെക്കണ ബീഫിനും കറികൾക്കൊക്കെ ഇത്ര രുചി. ഇവിടുന്ന് വേവട്ടെ. ആഹാ, ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. ഒരു ഇത്തിരി കൂടി ഉപ്പാകാം. ഇത്രയും കൂടി നോക്കട്ടെ കേട്ടോ. ചാറിന് നല്ല കൊഴുപ്പുണ്ട്, ഒരുമാതിരി കൊഴുപ്പുണ്ട്. ഒന്നും കൂടി പൊക്കി നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. വീണ്ടും ഉപ്പ് നോക്കേണ്ട സമയമായി. ചാറിന് നല്ല കൊഴുപ്പുണ്ട് കണ്ട. ചുരുക്കോട് ഉപ്പ് വേണം, ഉള്ള കാര്യം പറയാല. ഇത്രയോടെയും ഉപ്പിടാൻ പോകണം. എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ക്ലിക്കായത്. കഷ്ണം നോക്കട്ടെ. ആയില്ല, അവിടെ കടന്നു പോകട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഒന്നാന്തരം നാടൻ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇണങ്ങി മൂപ്പിച്ചൊഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട, മറ്റ് കിന്നാങ്കൃതി പണികളൊന്നും ചെയ്യേണ്ട. ദിസ് ഈസ് എക്സ്ട്രീംലി ടേസ്റ്റി. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം. എക്സ്ട്രീംലി ടേസ്റ്റി എന്ന് ജോസ്തരിയത്ത് പറയുമ്പോഴത്തേക്കും കറക്റ്റാണ്.
കറക്റ്റാണ്. ബീഫൊക്കെ ശരിക്കും വെന്തു. ലുക്കറ്റാ ബീഫൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ടേസ്റ്റി. കണ്ടോ, നല്ല രസമായിട്ട് ഇങ്ങനെ ഒന്ന് സ്ലോവിൽ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും.